അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖബർ സന്ദർശനം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ച കാര്യമാണ്. മുമ്പ് അതിനെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു, അതിനെ വിരോധിച്ചിരുന്നു. പിന്നീട് അത് സന്ദർശിച്ചു കൊള്ളാൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതായി കാണാം. ഏറ്റവും പ്രതിഫലാർഹമായ ഒരു കാര്യമാണ്. പാരത്രിക ലോകത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ചിന്ത നൽകുന്നതായ കാര്യമാകയാൽ ഖബർ സന്ദർശിക്കുവാൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതായിട്ട് കാണാവുന്നതാണ്. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറയുന്നത് കാണാം. അഹ്ലു ബക്കീഇന്റെ അഹ്ലുകാരുടെ അടുത്ത് പോവാനും അവർക്ക് വേണ്ടി പാപമോചനം നടത്താനും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്നുവെന്ന് ജിബ്രീൽ അറിയിക്കുന്നതായി കാണാവുന്നതാണ്. ഇത് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഖബർ അങ്ങനെ സന്ദർശിക്കുകയാണെങ്കിൽ കൈഫ അഖൂലു ലഹും യാ റസൂലല്ലാഹ്, എന്താണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്, പറയേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഖൂലി അസ്സലാമു അലാ അഹ്ലി ദിയാർ മിനൽ മുഅ്മിനീൻ അൽ മുസ്ലിമീൻ വയർഹമുല്ലാഹുൽ മുസ്തഖ്ദിമീൻ മിന്നാ വൽ മുസ്തഖിരീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂന. ആയിഷ അസ്സലാമു അലാ അഹ്ലി ദിയാർ മിനൽ മുഅ്മിനീൻ വൽ മുസ്ലിമീൻ എന്ന് തുടങ്ങുന്നതായ പ്രാർത്ഥന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഖബർ സന്ദർശിക്കുമ്പോൾ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോടായി പറയുന്നതായി കാണാം. ഇതിൽ നിന്ന് സ്ത്രീകൾക്ക് ഖബർ സന്ദർശിക്കൽ അനുവദനീയമാണ്, അല്ലെങ്കിൽ ഇടയ്ക്കിടെ അത് അനുവദിക്കപ്പെട്ടതാണ് എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നതായി കാണാവുന്നതാണ്. ഇതുപോലെ തന്നെ മറ്റൊരു ഹദീസ് വയദുല്ലു ലഹു കദാലിക ഇഖ്റാറുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലിൽ മർഅത്തി അല്ലതി മർറ ബിഹാ തബ്കി ഇൻദ ഖബർ. ഖബറിന്റെ അടുത്തുകൂടി നടന്നു പോകുമ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീ അതിന്റെ അടുത്തിരുന്ന് കരയുന്നതായി കാണാൻ സാധിച്ചു. ഈ ഹദീസ് ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. മർറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിംറഅ തബ്കി ഇൻദ ഖബർ ഫഖാല ഇത്തഖില്ലാ വസ്ബിരി. നബി ഒരിക്കൽ ഒരു ഖബറിന്റെ അടുത്തുകൂടി നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീ അതിന്റെ അടുത്തിരുന്ന് കരയുന്നു. പ്രവാചകൻ പറഞ്ഞു, അള്ളാഹുവിനെ സൂക്ഷിക്കുക, അതുപോലെ തന്നെ ക്ഷമിക്കുക എന്ന് ആ സ്ത്രീയോട് പറഞ്ഞപ്പോൾ ആ സ്ത്രീയോട് പറയുകയുണ്ടായി. ഇതിന്റെ വെളിച്ചത്തിൽ ഇബ്നു ഹജർ ഫിൽ ഫത്ഹി മുഹ്തജൻ ബിൽ ഹദീസ് അലാ ജവാസി സിയാദത്തി നിസാ ലിൽ ഖുബൂർ, സ്ത്രീകൾക്ക് ഖബർ സന്ദർശനം അനുവദനീയമാണെന്ന് അഭിപ്രായപ്പെടുന്നു. ചുരുക്കത്തിൽ പണ്ഡിതന്മാർ സ്ത്രീകൾക്ക് ഖബർ സന്ദർശനം പാടുണ്ടോ പാടില്ലേ എന്നുള്ള വിഷയത്തിൽ അഭിപ്രായ ഭിന്നത രേഖപ്പെടുത്തിയതായി കാണാം. കൂടുതൽ പണ്ഡിതന്മാർ നിരുപാധികം അവർക്ക് സന്ദർശനം പാടില്ല എന്ന് പറയുന്നവരാണ്. അതുപോലെ തന്നെ ചില പണ്ഡിതന്മാർ അവർക്ക് അനുവദനീയമാണ് എന്ന് പറയുന്നുണ്ട്. മറ്റു ചില പണ്ഡിതന്മാർ ചില നിബന്ധനകളോടുകൂടി അവർക്ക് അനുവദനീയമാണെന്ന് പറയുന്നു. എന്താണ് ആ നിബന്ധനകൾ? അന്നഹു യജൂസു ലിൽ മർഅ അൻ തസൂറൽ ഖുബൂർ ഇൻ അമിനത് അൽ ജസഅ വഖറജത് ഗൈറ സാഫിറ ഔ മുതഅത്തിറ. അത്തറ പുരട്ടാതെ, യാത്ര ചെയ്യാതെ, അക്ഷമ കാണിക്കില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം സ്ത്രീകൾക്ക് അവർക്ക് ഖബർ സന്ദർശനത്തിന് പോകാം എന്ന് നിബന്ധനകളോടുകൂടി പണ്ഡിതന്മാർ പറയുന്നതായി കാണാം. വഅല്ല തക്സുറ സിയാറ വഅല്ല തതഹറ അയ്യാമു മുഹദ്ദദ തഖ്ദു അന്ന ലഹ ഫദ്ലൻ ഫി സിയാറത്തിൽ ഖുബൂർ. ഖബർ സന്ദർശനത്തിൽ പ്രത്യേക പുണ്യമുണ്ടെന്ന് കരുതി അതുപോലെ ചില പ്രത്യേക ദിവസങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് ഖബർ സന്ദർശിക്കാൻ പാടില്ല. അതുപോലെ തന്നെ കൂടുതൽ സ്ത്രീകൾ ഖബർ സന്ദർശിക്കാൻ പാടില്ല. ഇടയ്ക്കിടെ അവർക്ക് സന്ദർശിക്കാം. എങ്കിലും പണ്ഡിതന്മാരുടെ മൊത്തത്തിലുള്ള അഭിപ്രായം സ്ത്രീകൾക്ക് ഖബർ സന്ദർശനം നിർബന്ധമില്ല, സുന്നത്തുമില്ല. ഇനി ഇടയ്ക്കിടെ അവർക്ക് ഖബർ സന്ദർശിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ഇത്യാദി നിബന്ധനകൾ പാലിച്ചുകൊണ്ട് എന്ന് പറയുന്നതാണ്. അതിനാൽ തന്നെ ഒരു ഭർത്താവ് മരിച്ച ഭാര്യക്കും കുട്ടികൾക്ക് പുരുഷന്മാർക്ക് എന്തു തന്നെയായാലും ഖബർ സന്ദർശനം ഏറ്റവും കൂടുതൽ ശക്തമായ സുന്നത്താണ്. പക്ഷേ സ്ത്രീകളുടെ കാര്യത്തിൽ പണ്ഡിതന്മാർ അഭിപ്രായ ഭിന്നതകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ചില നിബന്ധനകളോടുകൂടി ഇടയ്ക്കിടെ അവർക്ക് ഖബർ സന്ദർശിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് മുകളിലുള്ളതായ 2 ഹദീസിന്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ പറയുന്നതായും കാണാവുന്നതാണ്.